സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണം. മരിച്ചത് പാലക്കാട് എലപ്പുള്ളി സ്വദേശിനിയും ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശിയും. അംഗനവാടികൾ ഒരാഴ്ചത്തേക്ക് അടച്ചു. പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയത് 41.6 ഡിഗ്രി താപനില. കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി EP. തെറ്റുപറ്റിയാൽ തിരുത്തി മുന്നോട്ട് പോകും. വോട്ടെടുപ്പ് ദിനം തുറന്നു പറഞ്ഞത് പുകമറ ഒഴിവാക്കാൻ. മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഞാൻ 2 കൈയും നേടി സ്വാഗതം ചെയ്ത ഒരാളാണ് എന്ന് മാത്രമല്ല, അത് അദ്ദേഹം എന്നോട് മാത്രം ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായ ഒരു സന്ദേശമാണ്. ജാവ്ദേക്കർ ജയരാജൻ കൂടിക്കാഴ്ചയിൽ CPIക്ക് അമർഷം. മുന്നണിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്ന ആക്ഷേപം. നാളത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായേക്കും. പ്രതികരിക്കാതെ MV ഗോവിന്ദൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചത് ചികിത്സാ പിഴവെന്ന് പരാതി. ബന്ധുക്കളും പോലീസും തമ്മിൽ സംഘർഷം. ഷിബിനയുടെ മരണം ഹൃദയാഘാതം മൂലമെന്ന് അധികൃതർ. അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യമന്ത്രി. തിരുവനന്തപുരം നടുറോഡിൽ മേയറും KSRTC ഡ്രൈവറും തമ്മിൽ പോര്. തർക്കം വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി. അപമര്യാദയായി പെരുമാറിയെന്ന രാജേന്ദ്രന്റെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ കേസ്. കാർ ബസിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന മേയർക്കെതിരെയും പരാതി. കൊലക്കളമായി നാട്. കൊച്ചിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് ഒരാളെ കുത്തിക്കൊന്നു. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നു. ചീട്ടുകളിക്കിടെ കോട്ടയം പാലയിൽ യുവാവിനെ കുത്തിക്കൊന്നു.